പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ്, അതായത് ഫൗണ്ടേഷൻ, കൺസീലർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതായത് നമുക്ക് ബ്രഷസോ അങ്ങനെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് വെറ്റാക്കി വെക്കണം, അപ്പോഴാണ് കുറച്ച് നന്നായിട്ട് നമുക്ക് ഒരു ഫിനിഷ് കിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് വെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഫൗണ്ടേഷൻ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി, അതായത് ഇത് വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാനിപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു, നല്ല ക്ലീനാക്കി വെച്ചേക്കാണ്. പിന്നെ എൻ്റെ കൈ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഹാൻഡ് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. മേക്കപ്പ് പ്രോഡക്റ്റ്സ് എന്ത് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ മുഖവും നമ്മുടെ കൈയും, അതായത് കൈ വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മുഖത്ത് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ കൈ തൊടും. അതുകൊണ്ട് എപ്പോഴും കൈ നല്ല വൃത്തിയായിരിക്കണം. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സ്ഥലം നല്ല വൃത്തിയായിരിക്കണം. അപ്പോൾ അത് രണ്ടും എന്തായാലും മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് എന്ത് യൂസ് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലെൻസിങ് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ടോണിങ് മോയ്സ്ചറൈസിങ്ങും ആണ്. അപ്പോൾ അത് ടോണിങ്ങിന് വേണ്ടിയിട്ട് ടോണർ, ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രത്യേകം റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരെന്തെങ്കിലും കാണണം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടോണർ അപ്ലൈ ചെയ്തു. മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ക്രീമാണ്. ഞാൻ വേറെ ഒരു ക്രീമും അപ്ലൈ ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും റിപ്പീറ്റഡായിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടേത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ മോയ്സ്ചറൈസിങ് പാർട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ അപ്ലൈ ചെയ്തു, അതാണ് ഇത്ര ബ്രൈറ്റായിട്ട് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വാങ്ങിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പോയി വാങ്ങുമ്പോൾ, നിങ്ങൾ കടയിൽ പോയിട്ട് വാങ്ങുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ക്വാളിറ്റി എങ്ങനെയാണ്, നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്ത് നോക്കിയിട്ട് കൈ കൊണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക. അപ്പം നന്നായിട്ട് ഇങ്ങനെ പ്രസ് ആവുന്നുണ്ട്, ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി എന്നാണ് അർത്ഥം. അല്ല നിങ്ങൾ ഒരുപാട് പ്രഷർ ഇട്ട് രണ്ട് കൈ വെച്ചൊക്കെ പ്രസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പ്രസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് ക്വാളിറ്റി വളരെ കുറവാണ്, നിങ്ങളത് വാങ്ങരുത്. ഓക്കെ, ഇനി നിങ്ങൾ ഓൺലൈനിലാണ് വാങ്ങുന്നതെങ്കിൽ, അത് നമ്മൾ പോയി നമുക്ക് ടച്ച് ചെയ്തൊന്നും തൊട്ടൊന്നും നമുക്കത് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കാം, വേറൊരു രീതിയിൽ നോക്കാം, കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ആണെന്ന്, കുറച്ചും കൂടി നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബൗളിൽ ഇത്തിരി വെള്ളം എടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഡിപ്പ് ചെയ്യാൻ നന്നായിട്ട്, അതായത് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഓക്കെ, ഇതിൻ്റെ ഇത്രയും വെള്ളം ഇരിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് വെള്ളം കയറി ഒന്ന് നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈസ് കുറച്ച് വലുതാവുന്നുണ്ടെങ്കിൽ, കുറച്ചധികം വലുതാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല ക്വാളിറ്റി ആണെന്നാണ്. അതല്ല നിങ്ങൾ വാങ്ങിച്ച അതേ സൈസാണ്, അതായത് ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ വളരെ ചെറുതായിരുന്നു, ഞാനിപ്പോൾ വെറ്റാക്കി വെച്ചേക്കാണ്, അങ്ങനെയാണ് ഇത്രയും വലുതായത്. അതിൻ്റെ അർത്ഥം ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ടത് ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മോയ്സ്ചറൈസിങ് പാർട്ടിലോട്ട് പോകാം. വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് ഞാനിങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഈ ഒരു ഫേസ് ക്രീം ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നതെന്ന്. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുക. ഭയങ്കര തിരക്കിട്ട് എവിടെയെങ്കിലും പുറത്ത് പോകുകയാണെങ്കിൽ ഞാൻ ബ്ലെൻഡർ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ എപ്പോഴും ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫേസ് ക്രീം ബ്ലെൻഡ് ചെയ്യുന്നത് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. മറക്കരുത്, വെറ്റാക്കാൻ മറക്കരുത് കേട്ടോ ബ്യൂട്ടി ബ്ലെൻഡർ. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഈ ഒരു ഫോർഹെഡ്, ചീക്സ്, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ചിന്ന, അവിടെയൊക്കെ നമ്മൾ കഴുത്തിലാണെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ട് യൂസ് ചെയ്യാം. കണ്ണിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഈ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള അതായിരിക്കും നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ. ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ കണ്ണിനകത്തേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ,
പിന്നെ എന്താ പറയുക, എനിക്കെപ്പോഴും സ്കിന്നിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ പാമ്പർ ചെയ്ത് അപ്ലൈ ചെയ്യാനാണ് ഇഷ്ടം. അതായത് നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും കയ്യിൽ കിട്ടുമ്പോൾ റബ്ബ് ചെയ്യുക, മസാജ് ചെയ്യുക, വെറുതെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് എന്താ പറയുക ഹെൽത്തി ആയിട്ടിരിക്കില്ല എപ്പോഴും. എന്നാ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല എന്താ പറയുക ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് എന്താ പറയുക അപ്ലൈ ചെയ്യുമ്പോൾ കേട്ടോ. നല്ലൊരു ഫിനിഷ് കിട്ടണമെങ്കിൽ ഏത് ക്രീമാണെങ്കിലും നിങ്ങൾ ബ്ലെൻഡർ വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് എന്തായാലും മനസ്സിലാവും. അപ്പോൾ എനിക്ക് എപ്പോഴും പാമ്പർ ചെയ്ത് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ പെർട്ടിക്കുലറായിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് നമുക്ക് എല്ലാത്തരം മേക്കപ്പ് പ്രോഡക്റ്റ്സും അപ്ലൈ ചെയ്യുക എന്നുള്ളത് കാണിക്കുന്ന ഒരു വീഡിയോ ആണല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു കാര്യം, നമ്മളെപ്പോഴും ഈ ചീക്സിലുള്ളത് ഈ ഒരു പാർട്ടിലുള്ളത് എപ്പോഴും നമ്മളിങ്ങനെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബ് ചെയ്യുന്ന മാതിരി ചെയ്യരുത്. അതായത് ഡ്രാഗ് ചെയ്യുകയൊന്നും ചെയ്ത് എപ്പോഴും നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ അപ്ലൈ ചെയ്യുമ്പോൾ ഡാബ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു മോഷനിൽ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാവൂ. അതൊരു കാര്യം. പക്ഷെങ്കിൽ ഈ ഒരു സ്ഥലത്തൊക്കെ നമ്മളെപ്പോഴും ഈ ഒരു മോഷനിലാണ് പോകേണ്ടത്. അതായത് അപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, റബ്ബ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഇവിടെ കുറച്ച് നമ്മളെപ്പോഴും കൂടുതൽ അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ വരുന്ന പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കുറച്ചാൽ മതി. അല്ല, നമ്മളെപ്പോഴും കണ്ടോ ഈ ഒരു മോഷനിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം ഞാൻ കണ്ണിൻ്റെ അടുത്തൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇങ്ങനെ കണ്ണിൻ്റെ അവിടെ എങ്ങനെയാണ് ഡാബ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഞാൻ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇൻവിസിബിൾ ഫിനിഷ് ഫൗണ്ടേഷൻ ആണ്. ലാക്മേയുടെ SPF 8 ആണ്. ഞാൻ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ ഞാൻ ക്രീം അപ്ലൈ ചെയ്തതുപോലെ ഇല്ല, നിങ്ങൾക്ക് വേറെ രീതിയിലും കൂടെ അപ്ലൈ ചെയ്യാം. അത് നമ്മുടെ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ഇത് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മേളിൽ നിങ്ങളുടെ ഫേസിൽ കുറച്ചല്ലേ ആവശ്യം വരും, അപ്പോൾ അത്രയും മാത്രം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു അറ്റത്ത്. അതിനുശേഷം നിങ്ങൾക്ക് ഇത് വെച്ച് തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വെച്ച് തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ബ്ലെൻഡ് ചെയ്താലോ. മേളിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്, അതായത് ഈ ഒരു സ്ഥലത്തൊക്കെ വലിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അതായത് ഈ ഒരു സ്ഥലത്തും ഫോർഹെഡിലൊക്കെ നമ്മൾ ഈ ഒരു പാർട്ട് വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലോ. ഇനി ഈ ഒരു സ്ഥലത്ത് നമ്മൾ മേളിലേക്കാണ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ ക്രീം അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് നമ്മളെപ്പോഴും പെട്ടെന്നൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത്തിരിയും കൂടെ സമയം എടുത്തിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് പാമ്പർ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ണിൽ ഞാൻ പ്രത്യേകം കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു ഫിനിഷ് കിട്ടി എനിക്ക്. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കൺസീലറാണ്. ഇത് ക്വിർക്കിയുടെ ആണ്. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു വാങ്ങിച്ചത്. ഞാൻ എന്തായാലും ചെക്ക് ചെയ്തിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പം ഇത് പക്ഷേ ഞാൻ വിചാരിച്ച അത്രയും എന്താ പറയുക സൈസ് പോരാ. ഞാൻ കാണിച്ചു തരാം സൈസ്. കണ്ടോ, ഇത് ജസ്റ്റ് എൻ്റെ ഈ ഒരു ലിറ്റിൽ ഫിംഗറിൻ്റെ അത്രയേ ഉള്ളൂ. കണ്ടോ, വളരെ ചെറുതാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും ചെറുതാവും. അല്ല, ലിറ്റിൽ ഫിംഗറിനേക്കാളും ചെറുതായി. അതായത് നമ്മൾ പണ്ടത്തെ കാജൽ സ്റ്റിക്കില്ലേ, ഏതാണ്ട് അത്രേ വരുള്ളൂ. ഏതാണ്ടെന്നല്ല, അത്ര തന്നെ വരുള്ളൂ. അപ്പം ഇതാണ് ഞാൻ കൺസീലറായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വെറുതെ വാങ്ങിച്ചു വെച്ചെന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യാറൊന്നുമില്ല. കൺസീൽ ചെയ്യാൻ അത്ര ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ മാർക്സോ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ചെറുതായിട്ട് ഇവിടെ ഒരു ചെറിയ ഡാർക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്.
അല്ലെങ്കിൽ ഞാൻ അത് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കൺസീലർ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എന്നാലും ഞാൻ പറയാം. കൺസീലർ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മാർക്സും ഡാർക്ക് സർക്കിൾസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാനുള്ള, കൺസീൽ ചെയ്യാനുള്ള സാധനമാണ്. ഞാൻ നിങ്ങൾക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ട സ്ഥലം മാത്രം ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ഇടാം. പല രീതിയിലും പല ആൾക്കാരും പല രീതിയിലാണ് കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ കാണാൻ എന്താ പറയുക, കാട്ടുവാസികളെ പോലെ ഇരിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഇത് ബ്ലെൻഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഹലോ, കണ്ണിൻ്റെ അടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പോയിൻറ്റഡ് ആയിട്ടുള്ള സൈഡ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അല്ല പിന്നെ മേലിൽ പോകുമ്പോൾ വീണ്ടും ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് വെച്ച് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഈ സൈഡിലും അതേപോലെ തന്നെ ചെയ്യാം. ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കൺസീലർ അപ്ലൈ ചെയ്തത്. അല്ല, അപ്പോൾ കൺസീലർ കഴിഞ്ഞു, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ ഈ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് മോയ്സ്ചറൈസറും അതായത് എൻ്റെ ഫേസ് ക്രീം എല്ലാം എൻ്റെ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് കോണ്ടോറിങ് ആണ്. ജസ്റ്റ് ഫോർഹെഡും ചിന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നത്. ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് വീഡിയോ അല്ല, ഞാൻ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഒരുപാട് കോണ്ടോറിങ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കോണ്ടോറിങ്ങിന് വേണ്ടി എപ്പോഴും എടുക്കുന്നത് എൻ്റെ ഈ ഒരു മാർസിൻ്റെ ഈ ഒരു ഷെയ്ഡാണ്. അപ്പോൾ കോണ്ടോർ ചെയ്തല്ലോ, ഞാൻ ഫസ്റ്റ് ഫോർഹെഡിലാണ് ചെയ്യുന്നത്. ഇതെപ്പോഴും എനിക്ക് സ്യൂട്ട് ആവുന്നൊരു ഷെയ്ഡാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും കോണ്ടോർ ചെയ്യാൻ ഈ ഒരു ഷെയ്ഡാണ്. ഇത് സെപ്പിയ ബ്രൗൺ ആണ്. എപ്പോഴും ഡബിൾ ചിൻ ഉള്ളവരാണെങ്കിൽ കോണ്ടോർ ചെയ്യുന്നത് വളരെ നല്ലതാണ്, ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ പ്രത്യേകം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, നമ്മളെപ്പോഴും മേലോട്ട് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ റബ്ബ് ചെയ്യോ ഡ്രാഗ് ചെയ്യോ അല്ലെങ്കിൽ താഴോട്ട് വലിക്കുകയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഇങ്ങനെ മേളിലോട്ട്, കണ്ടോ, ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ. ഓക്കെ, ഇവിടെ കഴിഞ്ഞു. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മേളിലോട്ടാണ് ചെയ്യേണ്ടത്, ഇതേപോലെ തന്നെ മേളിലോട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഇനി ജോ. നിങ്ങൾക്ക് ഡബിൾ ചിന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ, അതായത് നമ്മൾ ചീക്സൊക്കെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ മേലിലോട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരിക്കും. കണ്ടോ, ഇങ്ങനെ ആകുമ്പോൾ അത് പെട്ടെന്ന് പോകും. പക്ഷേ അത് നിങ്ങൾക്ക് ഒരുപാട് പോകേണ്ട, ആ ഒരു ഷാഡോ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഇട്ട് താഴോട്ട് വലിക്കണം. ജസ്റ്റ് ഇങ്ങനെ തന്നെ ഡാബ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാവും. കണ്ടോ, അത്രയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, എന്നാലും ചെറുതായിട്ട് കാണുന്നുണ്ടല്ലോ. എന്തായാലും നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യുന്നത് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹൈലൈറ്ററാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്തിരുന്നു, എന്നാലും ഞാൻ വീണ്ടും ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഈ ഒരു ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ എടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ മാത്രം ഒന്ന്
കൈ വെച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് തൊട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ബ്ലെൻഡർ ജസ്റ്റ് എന്താ പറയുക ഇങ്ങനെ നമ്മൾ നേരത്തെ ഡാബ് ചെയ്തില്ലേ മേലിലോട്ട് അപ്പോൾ ഡയറക്ഷനിലോട്ട് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അല്ല ഒരുപാട് അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് അത്ര വിസിബിൾ ആയിരിക്കില്ല. നിങ്ങൾക്ക് കൂടുതൽ ഇടാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജസ്റ്റ് നമ്മൾ ബ്ലെൻഡിങ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ കൂടുതൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മേക്കപ്പ് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ ഒരുവിധം ഫിനിഷ് ചെയ്തു. ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെയും ഞാൻ വാങ്ങിച്ചതിൻ്റെ എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ ചെക്ക് ചെയ്യട്ടോ കേട്ടോ. എന്നിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫിനിഷിങ് കിട്ടിയില്ല, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്, കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.